ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും. വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പഠിക്കാം. ഞങ്ങൾ നിങ്ങളോടൊപ്പം കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും. 2025 മെയ് 20 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു. 54 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. ഈ വീഡിയോയുടെ അവസാനത്തോടെ നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -7 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.5 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള US മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.9 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ -7 പോയിന്റിന്റെ റേറ്റിംഗിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 4.2% മാറ്റം കാണിച്ചു. 18.8% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ. കമ്പനിയുടെ വിപണി മൂലധനം $4.55 ബില്യൺ മൂല്യം. ഉപവിഭാഗത്തിന്റെ മൂലധനം $271 ബില്യൺ. 1.68% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.89 ബില്യൺ. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $67 ബില്യൺ. 1.337% വിഹിതം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 1.68%. പുസ്തക മൂല്യം 1.337%. ഇത് വിപണി മൂല്യത്തേക്കാൾ 20% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും മൂല്യനിർണ്ണയം മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $1.73 ബില്യൺ സാമ്പത്തിക ബാധ്യതയുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം കമ്പനിയുടെ മൂലധനത്തിന്റെ 194.4%. കമ്പനിയുടെ കടത്തിന്റെ പ്രകടനം മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള ബാലൻസ് 0 ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ മോശമായ 23.8 എന്ന ഉപവിഭാഗത്തിനൊപ്പം. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$32 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $54 മില്യൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ളതിനേക്കാൾ 68.4% കൂടുതൽ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.4 ആണ്. ഉപവിഭാഗ ശരാശരി 1.2 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 100% കൂടുതലാണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക. ടോയ്ലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $1870 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ്.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 ഉപവിഭാഗത്തിൽ ശരാശരി 5.1%-നൊപ്പം -1.7% പാർശ്വവൽക്കരണം. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 6.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ പങ്ക് 0.819%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 105% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $533,000. ഉപവിഭാഗത്തിൽ $260,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 105%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0. ഒരു ജീവനക്കാരന്റെ ലാഭം -3.8 ഉപവിഭാഗം ശരാശരി $10,900. കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 65%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് -0.5. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $219,000 ഉപവിഭാഗം $213,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 3%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന -0.5 3.1% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരികളുടെ ഹ്രസ്വസ്ഥാനം 11%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ്. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 71% നിലവാരം കാണിക്കുന്നു. ജനിത് ഉപവിഭാഗത്തിൽ ഈ നില 67%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $60.65 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം $71.99 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 19%. ഓർഡർ ടേബിൾ നോക്കാം, അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റീസ് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കേരളിത ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $60.66 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. അക്കിമിന്റെ സൂചിക മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത്. ലാഭം 52.49 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 68.83 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 ജൂൺ 19 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ ഇത് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. കഴിയത്